ആദവാ ആദവാ എല്ലാരും ചാകുവടാ. ഇപ്പഴെന്തിനാ കാർന്നേ? 8:30 പൊട്ടു. എത്ര മണിയെന്ന് പ്രശ്നമല്ലടാ, എത്ര പേരെന്നതാ പ്രധാനം. വന്ന് നോക്കടാ, ആ വണ്ടിയിലുള്ള ആളുകളെ വന്ന് നോക്ക. അവളെ നോക്കടാ, നോക്ക് അവിടെ നോക്ക്. മുതല് ചേർന്ന് വരും ഒരു കുടുംബം മുഴുവൻ. ഇവർക്ക് എന്ത് പാവാടാ ചെയ്ത് കണ്ടോടാ. നിനക്ക് പോലെ ഉള്ളിന്റെ ഉള്ളിൽ കരച്ചിന് വരുന്നു. എന്താടാ കരഞ്ഞോണ്ടിരുന്നവൻ പെട്ടെന്ന് ചിരിക്കുന്നേ? ജഡ്ജ് കയറുന്നതിനാണോ സന്തോഷിക്കുന്നത്? കുടുംബം മൊത്തം കയറിക്കൊണ്ടിരിക്കുക. അതായുള്ള തലവിധി. കുടുംബമായിട്ട് ചാകണമെന്ന് ഒരു ക്രൂരമായ കാര്യം. എത്ര കൂളായിട്ടാ പറയുന്നത്. അയ്യോ, ഇത് ഡാർജിലിംഗിൽ കൊണ്ടുവന്ന് പാടാൻ പോവാണോ? പിന്നല്ലാതെ. അയ്യോ, ഇതിന്റെ ശബ്ദം കേട്ടിന്റെ തലയ്ക്ക് വട്ടുപിടിച്ച് ചാകണോ തോന്നുന്നു. ഞാൻ ഇവിടെ പോയാലും ശരി, ഇതില്ലാതെ എനിക്കൊരു ജീവിതമില്ല, മരണമില്ല. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാം അറിയുമെന്ന് പറയാറുണ്ട്. അങ്ങവിടെ ഇരിക്കുന്ന കുടുംബത്തിന് അതെല്ലാം മനസ്സിലായോ? എവിടെ? ബാനർജിയെ കണ്ടില്ലല്ലോ. എന്നെ എന്തിനാ അന്വേഷിക്കുന്നത്? ഇതാ ഇവിടെ നിൽപ്പുണ്ടമ്മേ. എന്നെ കൊല്ലാൻ നോക്കുന്നോ നീ? അത് നടക്കില്ല, ഞാനിവിടെ ഇല്ല. അയ്യോ, എന്നെ ഞാൻ തന്നെ കാട്ടിക്കൊടുത്തു. ഇപ്പൊ തന്നെ കൊണ്ടുവരാമേ. ഞാൻ വരില്ല. അയ്യോ, എന്നെ കൊണ്ടുപോകാൻ. എല്ലായിടത്തും വെച്ചല്ലേ? എന്താ എന്റെ മച്ചാനെ നിങ്ങളോട് കൊണ്ടുപോകാന്ന് പറഞ്ഞ് വിളിച്ചതല്ലേ? ഗുഡ് ഐഡിയ. ബാനർജി, നീ ഞങ്ങളുടെ കൂടെ വായോ. അപ്പൊ ഞാൻ അവിടെ നിൽക്കുമ്പോ കോള് വരാൻ വിളിച്ചതല്ലേ? നീ എനിക്കിട്ട് പണി വന്നല്ലേടാ. മസാലപ്പൊടി മുളകുപൊടി എല്ലാം കറക്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോന്ന് അറിയാനാ വിളിച്ചത്. വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ട് മോളെ, വെച്ചു. ഇത് ഞാൻ അവിടെ വന്നപ്പോ ചോദിക്കായിരുന്നില്ലേ? ഇവിടെ വന്നിട്ടാണോ പറയുന്നത്? എന്റെ അമ്മ വിളിച്ചത് കേട്ടില്ലേ? നീ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. വാ, ഒരുമിച്ച് പോവാം. അയ്യോ, എല്ലായിടത്തും ഒന്നിച്ച് പോകണമെന്ന് ആലോചിച്ചാ എങ്ങനെയാ ശരിയാവുന്നത്? അവിടെ പാചകം ചെയ്യാൻ ആള് കാണും, എടുത്ത് വളർന്ന ആള് വേണം ഉണ്ടെങ്കിലല്ലേ. നല്ല ആഹാരം വേണം. അയ്യോ, എല്ലാ കാര്യവും നോൺസിങ് ആയി പോകും. ഞാൻ തുണി മണി ഒന്നും എടുത്തു വെച്ചു സാർ. അപ്പൊ നേരത്തെ എടുത്ത് വെച്ചത് നിന്റെ തുണിയല്ല? അല്ല, എല്ലാം നിങ്ങളുടെ തുണിയാ വെച്ച. എന്തിനാടാ ഇത്ര വലിയ സാർ കത്തുന്നു? പാല അല്ല, അല്ലല്ലോ കൊലബി വൈറബി എല്ലാം തീർന്നിട്ട് ഒരു ബസ് ഓരോ പിടിച്ച് ആരൊക്കെ വന്നേക്കാം. ചുടുന്നതും വേവിക്കുന്നതെല്ലാം നിന്റെ അളിയൻ നോക്കിക്കോളും. അവൻ നിന്നേക്കാ ബുദ്ധിശാലി. അതെനിക്കറിയാലോ. നന്നായിട്ട് പോയിട്ട് എവിടെ വരാനാ? പോലീസ് ഇത് വിട്ട പിന്നെ എനിക്ക് ചാൻസ് കിട്ടൂല. സോറി സാർ, വരുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ്. സാരമില്ല, എനിക്ക് എല്ലാ അറേഞ്ച്മെന്റും കറക്റ്റ് ആയിട്ട് ചെയ്തു. ഞാൻ കുറച്ചുകൂടി ലേറ്റ് ആയെങ്കിൽ സാർ പോയേനെ. ഇപ്പൊ പിന്നെ നീ എന്തിനോട് നിൽക്കുന്നേ? അകത്ത് പോ. അയ്യോ, ബസ്സിനകത്ത് പോകാനാ പറഞ്ഞ മച്ചാ. നീയും ഇവരോടൊപ്പം പോകുന്നുണ്ടോ? ഇപ്പോഴും നീയാ? മുരുക, വെള്ളം എടുക്കാൻ മറന്നുപോയി, കൊണ്ടുവാ. ഇതാ കൊണ്ടുവരാം. സെക്യൂരിറ്റി ഇവിടെ വാ. സാർ, വണ്ടി നല്ലവണ്ണം ചെക്ക് ചെയ്തല്ലോ? രാവിലെ തന്നെ ശരിക്ക് ചെക്ക് ചെയ്തു സാർ. ഇവരെ പോലുള്ളവർ കാരണം ബോംബ് പൊട്ടുന്നത്. സർ, യുവർ എസ്കോർട്ട് ഈസ് റെഡി. സേഫ് ജേർണി സർ. താങ്ക് യു. ഓക്കെ. ഡേയ്, എന്താ? ഡേയ്, ഇത് കമ്മീഷണറാ. അറിഞ്ഞോണ്ട് എന്നെ വിളിച്ചേ സാർ. ഡേയ്, എന്തിനാണ് എന്നെ തനിയെ വിളിച്ചോണ്ട് വന്നേ? സാർ, എന്റെ അവസ്ഥ വളരെ മോശമാണ്. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. ഒളിക്കാതെ പറ. പറയാം സാർ, ഈ വിഷയം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു ആരോടും പറയണ്ട. ഇവിടെ എന്താടാ, എന്തോന്നാ ബാ എന്ന് പറഞ്ഞു നിർത്തിയ? ബാ എന്നാണോ പറഞ്ഞേ? എങ്കിലും പറയാമല്ലോ സാർ. വല്ലാതെ വിശക്കുന്നുണ്ട് എനിക്ക്. ഒരു 10 രൂപ ഉണ്ടെങ്കിൽ കയ്യെ തൊപ്പിയോ? ഇതിനു വേണ്ടി ഒരു കമ്മീഷൻ ഇങ്ങനെയാണോ വിളിക്കുന്നത്? ചരക്കിനെ വിളിക്കുന്ന പോലെയാണോ വിളിക്കുന്നത്? വഴിയിൽ യാതൊരു വക തടസ്സവും ഉണ്ടാവല്ലേ. എല്ലാവരും പ്രാർത്ഥിക്കും. പുറപ്പെടുമ്പോ തന്നെ നല്ല ശകുനം. മണി 8:30 ആയോ? അയ്യോ, പട്ടി 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 പൊട്ടിന്ന് കേട്ടിട്ട് കൈ കൊട്ടുന്നേ. അയ്യോ, ടി വി പാല് ബോംബ് പൊട്ടുന്ന പടമാണല്ലോ ഇട്ടേക്കുന്നത്. അതെ, ഒരു ഭക്തി പടവിട്ട് കാണിച്ചുകൂടായിരുന്നോ പോണത്? ഭക്തി പടവിടാനായിട്ട് മിണ്ടാതിരിക്കടാ. അയ്യോ, ആ തീറ്റപ്രാന്തം കേൾക്കുന്നില്ല. ദൈവമേ, വെച്ചവനെ തന്നെ ബോംബെടുക്കാൻ ഏൽപ്പിച്ചല്ലോ. അതെ, വണ്ടി നിർത്ത, വണ്ടി നിർത്ത, വണ്ടി നിർത്ത. ഓണടിക്കുന്നു, വണ്ടി നിർത്ത. പോലീസ് ഓഫീസർ ഓണടിച്ച് വണ്ടി നിർത്താൻ പറഞ്ഞു. നിർത്താം. എന്തിനാ വണ്ടി നിർത്താൻ പറഞ്ഞത്? എല്ലാം ഈ മണ്ടൻ ബാനർജി കാരണമാണ്. ഞാനോ? ഇവന്റെ മച്ചാൻ മുരുകൻ പറഞ്ഞത് നന്നായി. വെച്ചത് തന്നെ അവനാണ്. മഫ്ലർ സെറ്റ് വീട്ടിൽ വെച്ച് മറന്നത് നീയോ അവനോ? മഫ്ലർ സെറ്റാ? പിന്നെ കൂടെ നിന്നിട്ട് ഓർമ്മപ്പെടുത്തേണ്ടത് നീയല്ലേ? അപ്പൊ നിങ്ങൾ വെച്ചതെടുക്കാൻ വന്നല്ല? എന്തു വെച്ചത്? അത് നീ ഇവിടെ വാ. റെഡി. ശരി, എന്താ വെച്ചത്?
ഏയ് എന്താ വെച്ചത് പറയടാ. ഇല്ല സാർ, ഞാൻ മറന്നു വെച്ച് നിങ്ങൾ കൊണ്ടുവന്നില്ലോന്ന് ആ പറഞ്ഞു. അതല്ല കൊണ്ടുവന്ന്. ഇന്നാ അമ്മേ. വളരെ നന്ദി മോനെ. അവിടെ ഭയങ്കര തണുപ്പാ. ഇതില്ലെങ്കിൽ ഒറ്റയടിക്ക് മോളി പോകും. ഇപ്പൊ മാത്രം എന്താ പോകില്ലെന്നാണോ വിചാരം? താങ്കളുടെ വിചാരണയൊക്കെ നന്നായി നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് സാർ. താങ്ക് യു. പോയല്ലോ. മച്ചാ നന്നായിട്ട് ആഘോഷിക്കേ, എല്ലാരും പോയിട്ട് വാ. നിക്ക്, നീയും ഞങ്ങളുടെ കൂടെ വാ. അമ്മമ്മേ, അവനെ വിളിക്കേ. അവൻ വന്നാ എല്ലാവർക്കും തുണയായിരിക്കും. എല്ലാവർക്കും ഒരുമിച്ച് പോകാം. വാ. അയ്യോ വീട്ടിലെ സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ കിടക്കുക, ഞാൻ വരുന്നില്ല. അതൊക്കെ അവിടെ കിടക്കട്ടോ. നീ ഡാർജിലിംഗ് കണ്ടിട്ടില്ലോ? വാ നമുക്ക് വാ. ഡാർജിലിംഗ് ഞാൻ തനിയെ പോയിക്കളാം, ഇതിനകത്ത് സീറ്റേ ഇല്ല. അയ്യോ എന്റെ സീറ്റ് ഞാൻ തരാം. എല്ലാരും പറയും എങ്കിലും അവൻ വരുവുള്ളൂ. നല്ല ജോലിയായിരിക്കും. ഏയ്, ഞാൻ വരുന്നില്ല, എന്നെ വിട്ടേക്ക്. അയ്യോ സാറ് പറഞ്ഞ ഇവൻ കേക്കും. നീ അകത്ത് പോ. കണ്ട സാറും പറഞ്ഞു വാ. ശരി ഒന്നിച്ച് പോവാൻ നമുക്ക് വാ. കൈവിട്. ഏയ്, എന്താ ഇത്? പേടി പോയോ? മറ്റുള്ളവരുടെ കൂടെ വെച്ചവനിക്കാകുമ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നേ? എനിക്ക് വേറെ പണിയില്ല. എല്ലാത്തിനും ഇത് കയ്യടിയാ. ഇവിടെ നോക്കളിയാ, ഇപ്പൊ ഒന്നും നടന്നിട്ടില്ല. ഇപ്പൊ അവസാനമായി നിനക്കൊരു ചാൻസ് തരാം. എനിക്ക് ഉം. നീ എന്തെങ്കിലും ഒരു മുട്ടാപ്പോക്ക് പറഞ്ഞ് വണ്ടി നിർത്തിച്ച് അടി വെച്ചിരിക്കുന്ന ബോംബ് അഴിച്ച് നിന്റെ ബാഗിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ഓടിക്കോ ജീവൻ വേണമെങ്കിൽ. എനിക്ക് എന്റെ ജീവനെ പറ്റി പേടിയില്ല, പിന്നെ അയാളുടെ ജീവന പ്രധാനം. അതെ, ടൈം എന്തായി? 8:30 മുരുക. 8:30. എന്താ ഇത്? ദേവി കന്യാകുമാരി പടത്തിൽ കാണുന്നത് പോലെ ഒരേ പുകക്കൂട്ടമാണല്ലോ. എന്ന് വെച്ച് സ്വർഗത്തിൽ വന്നിരിക്കുവാണോ? ആരാ ഇതൊക്കെ? നമ്മുടെ കൂട്ടമാണല്ലോ. സ്വർഗത്തിൽ ജോഡിയായി തന്നെ നടക്കുന്നല്ലോ. ഇതാരാ? നമ്മുടെ അമ്മ. സ്വർഗത്തിൽ മേക്കപ്പോടെ തന്നെ നിൽക്കുന്നത് നോക്ക്. ഇതാരാ? ആകെ ഇവനാ. ഇവിടെയെങ്കിലും ആരേലും ഇവനൊരു ചാൻസ് കൊടുക്കും. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനിപ്പോ മറന്നടിച്ച് കിടക്കുവല്ലേ. നിങ്ങളെ രക്ഷിക്കാനായി പെടപ്പാട് പെട്ടത്. നിങ്ങൾക്ക് ബോധം പോയെന്ന് വിചാരിച്ചത് ഇപ്പൊ വട്ടുമായോ? എന്താ മോളെ ഈ പറയുന്നേ? ഞങ്ങൾ ചുമ്മാ പറഞ്ഞല്ലോ, ഒക്കെ സത്യ. സാരമില്ല, ബോധങ്ങൾ തിരിച്ചു കിട്ടിയല്ലോ. ബോധമോ? രാവിലെ മുതൽ നിങ്ങൾക്ക് ബോധമില്ല. അപ്പൊ പൊട്ടിച്ചത്തില്ലേ? ടയർ പൊട്ടി ആരെങ്കിലും മരിക്കോ? ടയർ പൊട്ടിയെന്നോ? അപ്പൊ ഇത് സ്വർഗം അല്ലടാ. അല്ല, ഡാർജിലിംഗ്. എഴുന്നേക്ക്. അമ്മേ, അമ്മേ. അത് ശരി. ബോംബ് എന്തിയെ? ടയർ മാറ്റിയപ്പോ ബോംബ് മാറ്റി. അതെന്തിനാ? അതിൽ ഞാനുണ്ടായിരുന്നില്ലേ. ജീവിച്ചിരുന്ന് ചെയ്തു തീർക്കാൻ ഇനിയും നിറയുണ്ട് മച്ച. അപ്പൊ ഇനി ഒരിക്കലും പൊട്ടത്തില്ലല്ലോ. എപ്പോ പൊട്ടും എങ്ങനെ പൊട്ടും ആർക്കും അറിയില്ല. പൊട്ടേണ്ട സമയത്ത് കറക്റ്റായിട്ട് പൊട്ടും. ആ ജഡ്ജിന് ഡാർജിലിംഗിൽ അമ്മച്ച ഡമാർ.